അച്ഛനെ മുതലാളി വന്നിരിക്കുന്നു. അച്ഛന്റെ 60 മുതലാളി. 60 മുതലാളി എവിടെ? മുറ്റത്ത് നിൽക്കുന്നു. അവിടെ കവലെ കിടന്ന് കറങ്ങുമായിരുന്നു. നിങ്ങൾ ജോലി ചെയ്തു? അവന്മാർക്ക് അങ്ങനെ അറബിയുടെ ഭാഷ അറിയാം. ഞാൻ പണ്ട് വർഷാപ്പിലായിരുന്നപ്പോ തൊട്ടടുത്ത മദ്രാസയിൽ നിന്ന് കുറെ അറബി പഠിച്ചു. അതുകൊണ്ട് ഞാനിങ്ങ് വിളിച്ചോണ്ട് പോകും. എന്താ अरे माँ अजूद मामा അദാനി അദാനി എന്ത് ഗവാദ് അറബിയെങ്കിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞ ഒരു നമസ്കാരം വെച്ചോട്. നമസ്കാരം. ഇരിക്കാം. സാത്തേക് 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 നീ ഒരു കസേര എടുത്തോ. ഒരു കസേര എടുത്തോ. ബബ്ബറു സാത്തേക് അമ്മ സാത്തേക് സലാമെ സബാൽക്കെ വേനന്ദ ഷുഗർ. ഈ ഭൂമി എത്ര മനോഹരമായിരിക്കുന്നു. ഗവാദ് ഇന്ത ഹറാമേ. അമ്മാവൻ എത്ര കുലീനതയുള്ള മനുഷ്യൻ. നമസ്കാരം. മയബി അന അച്യുത് മാമ. അച്യുതൻ എപ്പോഴും പറയും അമ്മാവൻ വലിയൊരു മനുഷ്യനാണ്. അച്യുത് അമിനോ കേശ് സലിത. അച്യുത് അമിനോ കേശ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. അച്യുത് സലാല മുക്തി. അച്യുതൻ അമ്മാവനോട് വല്ല തെറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പി ചോദിക്കാൻ പറഞ്ഞയച്ചിരിക്കുക. ഏയ്, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ അവനൊരു അത്യാവശ്യം വന്നപ്പോ സഹായിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്യുത് മാമ കലാമി സേവിധാൻ കിമോത്തി അൽബാനി. എത്ര വേഗം തെറ്റുകൾ പുറത്തു. അച്യുതന്റെ അമ്മാവനൊരു വലിയ മനുഷ്യനാണ്. അച്യുതനെ പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ എന്റെ അറബി ജീവിതത്തിൽ ഇതിനായിട്ടും കണ്ടിട്ടില്ല. അവൻ എന്ത് ചോറയാ? അച്യുത് മാമ കലാമി സേവിധാൻ. എന്റെ സഞ്ജിത അൽബ. കൽക്കത്ത മത്തർ കരള ബത്തർ. കൽക്കത്തയിലും കേരളത്തിലും ഓരോ ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നു. അച്യുത് സബദി ബലേഷു. അച്യുതനാണ് 2 ഫാക്ടറികളിലെയും ജനറൽ മാനേജർ. അല്ലേലും അച്യുതൻ ഭാഗ്യവാനാണ്. ഈ വലിയ മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ലേ? അച്യുത് മാമ കലാമി സേവിധാൻ. സൊന്നാദ് മധു കാട്ടിക്. ചായ കുടിച്ചില്ല. വേണ്ട, വരുന്ന വഴി കുടിച്ചു. മലയാളം അറിയാമോ? മലയാളം ആര് പറഞ്ഞു? മലയാളം വരുന്ന വഴിക്ക് കുടിച്ചു. അത് ബരന്ന ബഴക്കോ കൊടിച്ചു എന്ന് പറഞ്ഞാൽ അറബിൽ പോകാൻ തിടുക്കമുണ്ടോ എന്നർത്ഥം. അല്ലാതെ വിട്ടോ. തീപ്പെട്ടി ഉണ്ടോ? ലൈറ്റ് ഇറങ്ങി വന്നിട്ട് പോ. ലൈറ്റ് ഇറങ്ങി തന്നിട്ട് കൂടാ. ഇങ്ങനെ ചോര ദ്രോഹി. Hey!
ഈ സൈക്കിൾ നോക്കുവാ. നീ വിചാരിച്ചു പിടികിട്ടത്തില്ലെന്നില്ലേ? നീ എന്നെ ലൈറ്റ് കൊണ്ട് അയ്യോ ആള് മാറിപ്പോയ നീയാ. അവിടെ നിങ്ങളാവേ, അവിടെ നിൽക്കാൻ ഇടം നിങ്ങളാവേ. ഇടം നിന്നെ ഇന്ന് ഞാൻ ബാഗ് പോയി. അയ്യോ അയ്യോ ഒന്ന് പിടിച്ചോളെ. സൈക്കിൾ ചവിട്ടി എന്റെ അട പോര് പോയാ. എന്ത് പറ്റി? അമ്മാവിന്റെ ബസ് ഡ്രൈവർ അയാൾ എന്നെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആപ്പിലായത് തന്നെ. പിശാച് വരുന്നു. എവിടെയാ തെണ്ടി? ആര്? ആ സൈക്കിൾ വന്നില്ലേ? അവൻ തന്നെ. എന്താ കാര്യം? എന്റെ സിഗരറ്റ് ലൈറ്റർ അവൻ വാങ്ങിച്ചു. ഇത് കണ്ടോ? എന്റെ ലൈറ്റർ കൊണ്ട് എന്നെ അവൻ എറിഞ്ഞതാ. അടിച്ചവന്റെ മോന്ത ഞാൻ കിടക്കും. എടാ ഉസ്മാനെ, നിന്നെ കൊണ്ട് ഞാൻ തോറ്റല്ലോടാ. നിന്നെ ഇന്ന് ചങ്ങലക്കിടാൻ ഞാൻ വിടില്ല. ചങ്ങലയോ? അതിന് എന്റെ പൊന്ന് സാറെ ക്ഷമിച്ചുകളാ. ലോകത്തൊരു ഡോക്ടർമാരില്ല ഇനി അവനെ ചികിത്സിക്കാൻ. എന്റെ അനിയന എന്ത് ചെയ്യാനാ? പ്രാന്തായിപ്പോയി. ഭ്രാന്തോ? പ്രാന്തെന്ന് പറഞ്ഞാൽ ഇത് തന്നെ. ലൈറ്റർ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ അതെടുത്തിട്ട് ആരെങ്കിലും എറിയും. അത് പോലും പുതിയ ഭ്രാന്താണല്ലോ. അതെ, ഇംഗ്ലീഷിൽ ഇതിന് ലൈട്രോഫോബിയ എന്ന് പറയും. എന്തോന്ന്? അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലാവില്ല. എന്നാലേ പിടിച്ചെവിടെയെങ്കിലും കെട്ടിയിട്, അല്ലെങ്കിൽ നാട്ടുകാർ തല്ലി കൊല്ലും. അല്ല എന്താന്ന് പേരാ പറഞ്ഞേ? ലൈട്രോഫോബിയ. സാവിത്രി, നോക്കുമോളെ ചെല്ല. അമ്മായി, അകത്തോണ്ട് വെച്ചേക്ക്. നന്ദിനി അവിടെ എന്നെ ഇരുത്തി പൊറപ്പിക്കുന്നില്ല. അപ്പച്ചിയെ കാണണം എന്നൊരേ വാശി. പിന്നെ വരുമ്പോ എങ്ങനെയാ വെറുകയോടെ വരിക? ചിറ്റേരി നെല്ലിന്റെ കഞ്ഞി നിനക്ക് പണ്ടേ വലിയ ഇഷ്ടമായിരുന്നല്ലോ. നെല്ലുകുത്തി അരിയുടെ കഞ്ഞി കുടിച്ച കാലമൊക്കെ മറന്നുപോയി ചേട്ടാ. ഒക്കെ വിധിയാ സാവിത്രി. അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനൊരു തോന്നലുണ്ടാകാൻ കാരണം എന്താ? ഞാൻ തീരുമാനിച്ചതാ? അല്ല, ഈശ്വരൻ തീരുമാനിച്ചു, ഞാൻ വന്നു. ഏട്ടനിരിക്കെ. ഓ, ഞങ്ങളെന്നാ ഞാൻ കാപ്പി എടുക്കട്ടെ? നിക്ക് അവളുണ്ടാക്കും കാപ്പിയൊക്കെ. അവള് ഇതൊക്കെ പഠിക്കട്ടെ. തന്നെയല്ല, എത്ര കാലമെന്ന് വെച്ചാ ഒരുത്തി ഒറ്റയ്ക്ക് എങ്ങനെ കഷ്ടപ്പെടുക? ചെല്ലുമോളെ. എത്ര പെട്ടെന്നാ കാലം കടന്നു പോണത്. എത്ര പെട്ടെന്നാ മനുഷ്യന്റെ കോലം മാറണത്. പണ്ട് എടവപ്പാതിക്കാലത്ത് ഏട്ടന്റെ കയ്യും പിടിച്ച് ചെളിവെള്ളവും തെറിപ്പിച്ച് നടന്ന ആ കൊച്ചു സുന്ദരിക്കുട്ടിയാ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നീയെ. നിനക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ അച്ഛന്റെ തല്ലത്രേ എനിക്ക്. എന്ത് വികൃതി കാണിച്ചാലും നിനക്ക് തല്ലില്ല. നീ അച്ഛന്റെ പുന്നാര മോളല്ലേ. കോടതിയിൽ പോവാൻ വേണ്ടി അച്ഛൻ തേച്ചലക്ക് വെച്ചിരുന്ന കുപ്പായത്തില്
എന്റെ കൈ തട്ടി മഷി വീണു. പുളിവടിയും വെട്ടി അച്ഛൻ എന്നെ തല്ലാൻ വന്നപ്പോ നീ പറഞ്ഞു, ഏട്ടനല്ലച്ചാ ഞാനാ മഷി തട്ടിയതെന്ന്. അന്ന് എന്നെ തല്ലുകൊള്ളിക്കാതിരുന്നതിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നു. ഓർമ്മയുണ്ടോ നിനക്ക്? മറക്കാൻ പറ്റും ഏട്ടാ എനിക്കതൊക്കെ.